തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദു തമ്മിലുണ്ടായ വാഗ്വാദം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജെയിംസ് ഓട്ടിസൺ എന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഈ അടുത്ത നാളിൽ ഇറക്കിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ ഹെഡിങ് തന്നെ 7 ഡെഡ്ലി എക്കണോമിക് സിൻസ്, 7 മാരക സാമ്പത്തിക പാപങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ. ഏതൊക്കെയാണ് 7 മാരക പാപങ്ങൾ? 1 പ്രൈഡ്, അഹങ്കാരം. 2 ഗ്രീഡ്, ആർത്തി. 3 ലസ്റ്റ്, കാമം. 4 ഗ്ലൂട്ടണി, അത്യാർത്തി. 5 റാത്ത്, കോപം. ഇങ്ങനെ പോകുന്നു ഈ പറയപ്പെട്ട മാരക സാമ്പത്തിക പാപങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയത്? അതായത് ലോകത്തെവിടെയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധികാര കസേരകളിൽ എത്തിക്കഴിയുമ്പോൾ ആ രാഷ്ട്രീയക്കാരുടെ ഭാവം മാറുന്നു. അവർക്ക് ചില താല്പര്യങ്ങൾ, അതായത് വ്യക്തി താല്പര്യങ്ങൾ, നമ്മൾ ജോർജ് വാഷിങ്ടനെയോ ഏബ്രഹാം ലിങ്കണെയോ ഒക്കെ ആലോചിക്കും, അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യും. ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധി എങ്ങനെയായിരുന്നു ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏതെങ്കിലും പൊസിഷൻ കാക്ഷിക്കാതെ അദ്ദേഹം തൻ്റെ എന്താ പറയുക യോഗി ലൈഫും ജീവിതവുമായിട്ട് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചതും, എന്നിട്ട് പോലും അദ്ദേഹം വധിക്കപ്പെടുന്നു. അതായത് എത്തരക്കാരാൽ വധിക്കപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അത്തരം ഒരവസ്ഥ. അത് കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു വന്നു. അദ്ദേഹവും ആസ്തി, അതായത് സ്വന്തം പിതാവ് സമ്പാദിച്ച ആസ്തി രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയല്ലാതെ ഒന്നും വെട്ടിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അങ്ങനെയൊക്കെ ഉള്ള രാഷ്ട്രീയക്കാരെ നമുക്കറിയാം. ആ രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് ഇപ്പൊ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന, അതായത് ഏത് തരത്തിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അതായത് വലിയ ഗൗരവത്തോടു കൂടി ഗർജിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാര്, അത്തരം രാഷ്ട്രീയക്കാരെ നോക്കാം. പുതിൻ, ലോകത്തെ ഒന്നാമത്തെ ധനികനാണ് പുതിൻ എന്നാണ്, വ്ളാഡിമിർ പുതിൻ എന്നാണ് അദ്ദേഹത്തിന്റെ രഹസ്യ ചരിത്രം അറിയാവുന്നവർ പറയുന്നത്. അതുപോലെ തന്നെ ഷീ ജിൻപിങ്. അതുപോലെ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ നമുക്കറിയാവുന്ന പല രാഷ്ട്രീയക്കാരുമുണ്ട്. അതായത് ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അടുത്ത രാഷ്ട്രീയത്തിലേക്ക് കാലു മാറുന്നത് തന്നെ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ഇവിടെ ജയിപ്പിച്ചത്, ആ ജനങ്ങൾ ഞാൻ ഈ പാർട്ടി വിട്ടുപോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള മര്യാദയോ ഒന്നും കാണിക്കാതെ തന്നെ പാർട്ടി മാറുന്നവര്, അങ്ങനെ പാർട്ടി മാറി എവിടെ എത്തിക്കഴിഞ്ഞാലും എവിടെയാണെങ്കിലും അധികാരത്തിന്റെ പുറകെ പായുന്നു. അധികാരത്തോടൊപ്പം അവർക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? അവർക്ക് അതായത് കൊള്ളയടിക്കല്, പൊതുജനത്തെ കൊള്ളയടിക്കുക. അങ്ങനെ എല്ലാ തരത്തിലും നമുക്കറിയാം. എന്താണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിയമപരമായിട്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട്സ്, അതായത് അഴിമതിയാണ്, കള്ളപ്പണം വെളുപ്പിക്കാനും ഒക്കെ നികുതി വെട്ടിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു നിയമനിർമ്മാണത്തിലൂടെ. അത് ഇതുപോലെ ഈ സാമ്പത്തിക പാപങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വന്നാലോ, കേരളീയം നടന്ന സമയത്ത് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത് നടന്നു ഗവൺമെന്റിന്റെ നോമിനികൾ. അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് നോമിനികളായിട്ട് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത് നടന്നതുകൊണ്ട് സംസ്ഥാന ഭരണം സ്തംഭിച്ചു. നമ്മൾ കടക്കെണിയിലായില്ല, നമ്മൾ വലിയ ധനപ്രതിസന്ധിയിലായി. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ കൈനീട്ടി വാങ്ങാനുള്ള താല്പര്യം അത്ര കണ്ട് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. പോക്കറ്റ് രാഷ്ട്രീയം, അതാണ് എല്ലാവരെയും ലോകത്തെമ്പാടും. അധികാര രാഷ്ട്രീയം, അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പോക്കറ്റ് രാഷ്ട്രീയം, ഇങ്ങനെ മാറുകയാണ് രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ. അതുകൊണ്ടാണ് ജെയിംസ് ഓട്ടിസൺ ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ ഈ ആര്യ രാജേന്ദ്രന്റെ അടുത്ത് എന്റെ കഥയുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് വരുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്ന സ്ഥാനത്തോടൊപ്പം തന്നെ ഏറ്റവും മിടുക്കിയായ ഒരു മേയർ എന്നുകൂടി കേൾക്കാനാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ കർമ്മ വഴിയിലൂടെ മുന്നേറുമ്പോൾ അങ്ങനെ ഒരു
സൽപ്പേരുണ്ടാക്കാൻ ആര്യയ്ക്ക് കഴിയുകയില്ല എന്ന് വളരെ നേരത്തെ തന്നെ പ്രൂവ് ചെയ്തതാണ്. ഇതിനു മുൻപ് തന്നെ പിന്നെ സ്വന്തപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കുന്ന തരത്തിലുള്ള ചില ഫയലുകളിലൊക്കെ ഒപ്പിട്ടതും അത് താനല്ല ചെയ്തത് എന്ന് നിഷേധിച്ചതുമൊക്കെ ഈ സാഹചര്യത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അതൊക്കെ പക്ഷെ നമുക്കറിയാം LDFന്റെ രീതിയാണ്. സ്വജന പക്ഷപാതം. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ ഭരണം വന്നതിന് ശേഷം തന്നെ ഭരണത്തിൽ അവര് പിന്നെ പിൻവാതിലിലൂടെ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ അപ്പോ ഈ മെയ് ദിനത്തിലാണ് ഈ KSRTC ഡ്രൈവറുടെ കഥ ഇങ്ങനെ പുറത്തു വരുന്നത് എന്നുള്ളത് ശരിക്കും ദുഃഖകരമായ ഒരു കാര്യമാണ്. മെയ് ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മെയ് ദിനം സത്യസന്ധമായിട്ട് ഓർമ്മിക്കുന്നത് മാർക്സ് സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന മുദ്രാവാക്യത്തോടു കൂടി വന്ന മാർക്സിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് മെയ് 1-ാം തീയതി തൊഴിലാളി ദിനത്തിൽ ഓർമ്മിക്കുക. അതായത് എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഒന്നിക്കാനാണ് മാർക്സ് പറഞ്ഞത്. ഒരവകാശവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ മാർക്സിനെ കൊണ്ട് ദാസ് ക്യാപിറ്റൽ എഴുതിച്ചതും അങ്ങനെ തൊഴിലാളികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നതും. ഇന്നലെ അതായത് മെയ് ദിനം എന്താണ് ഇന്ത്യയിലെ സ്ഥിതി? ILOയുടെ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 83%. അങ്ങനെ മാത്രവുമല്ല, അതായത് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നവര് നാമമാത്രമായ കൂലിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അന്നത്തെ അപ്പത്തിന് വേണ്ടി. അതായത് പണ്ട് ജന്മി കുടിയാൻ ബന്ധം നിലനിന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ തൊഴിലാളികൾ തള്ളപ്പെട്ടിരിക്കുന്നു. അവരുടെ നില ഒരുപാട് മെച്ചപ്പെട്ടതായിരുന്നു. ആ മെച്ചപ്പെട്ട നിലയിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഈ ഗിഗ് വർക്കേഴ്സിന്റെ ഒരു കഥ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ഓർക്കുകയാണ്. അവര് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ മറ്റു ഓർഡർ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഹോട്ടലിന്റെ മുൻവശത്തോടെ കയറി വരരുത്. കാരണം അവരുടെ ഈ മോശപ്പെട്ട രീതിയും ഒന്നും അവിടെ ഇരിക്കുന്ന മാന്യരായ വ്യക്തികള്, ഉപഭോക്താക്കൾ, അതായത് ഹോട്ടലിൽ വന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് കാണാൻ പാടില്ല. അതുകൊണ്ട് അവർ പിൻവാതിലിലൂടെ വരണം എന്ന് അവർക്ക് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സംഭവം ഈ അടുത്ത ദിവസം ശ്രദ്ധിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ ഓർക്കുന്നത് നമ്മുടെ ഹൃദയം വേദനിക്കുന്നത് ഈ തൊഴിലാളികളുടെ കാര്യം നോക്കാൻ ഒരു രാഷ്ട്രീയക്കാർക്കും സമയമില്ലല്ലോ. തൊഴിലാളി യൂണിയനുകളുണ്ട്. യൂണിയനുകൾ അവരുടെ രീതിയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട അവരുടെ സംഘടനയിൽപ്പെട്ട തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും കൊള്ളയടിക്കാൻ നിൽക്കുന്നു. അതേ സമയത്ത് യഥാർത്ഥത്തിൽ പഴയ അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്ത് മാർക്സ് കണ്ട തൊഴിലാളികളുടെ അതേ രീതിയിൽ തന്നെ ദുഃഖം അനുഭവിക്കുന്ന തൊഴിലാളികൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ ഭരണകൂടം, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റും അവരുടെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയോ ക്വാളിറ്റി, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തന്നെ 4 പ്രധാനപ്പെട്ട കണ്ടീഷൻസാ പറഞ്ഞിരിക്കുന്നത്. 1 തൊഴിൽ സ്ഥിരത, 2 മാന്യമായ വേതനം, 3 സംഘടിക്കുവാനുള്ള അവകാശം, 4 സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ. ഈ 4 ഗുണങ്ങളാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓർക്കണം, ലോകത്തെ ഒന്നാമത്തെ UN വരുന്നതിന് മുൻപ് 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫോം ചെയ്യപ്പെടുന്നത്. അതൊക്കെ ആ മാർക്സിയൻ ഫിലോസഫിയുടെ അനന്തരഫലമായിട്ടാണ് 1919 തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞ് 1945 യുണൈറ്റഡ് നേഷൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സാധാരണ തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമായിട്ട് തുടരുകയാണ്. ഓഫ് കോഴ്സ് കേരളത്തിലെ തൊഴിലാളികളല്ല, അവർ വളരെ നന്നായിട്ട് പോകുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാവിലെ 8 മണി മുതൽ 2 മണി വരെ പണി ചെയ്ത് 1400 രൂപ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുന്നവരാണ് കേരളത്തിലെ തൊഴിലാളികൾ. മറിച്ച് ഇന്ത്യയിലെ മറ്റൊരിടത്തും അങ്ങനെ ഇല്ല എന്ന് ഓർക്കണം. അതുപോലുള്ള ഒരു മാന്യമായ വേതനം ഇന്ത്യയുടെ വേറെ ഒരു ഭാഗത്തും ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെയുള്ള കേരളത്തിൽ പോലും ഈ യദുവിന് 750-800 രൂപയാണ് 20 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്നത്. ഓർമ്മിക്കണം, ഈ തിരുവനന്തപുരത്ത് 8 മണി മുതൽ 2 മണി വരെ ജോലി ചെയ്ത് ഇറങ്ങുന്നവൻ 1400 രൂപ. തൂമ്പായി എടുത്ത് കിളച്ചില്ല
എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്നവൻ 1400 രൂപ കൂലി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് 20 മണിക്കൂർ വളയം പിടിച്ച് കഷ്ടപ്പെട്ട് ഇവിടുത്തെ റോഡുകളിലൂടെ വണ്ടി ഓടിച്ച യദുവിന് 800 രൂപയാണ് ശമ്പളം കിട്ടുക എന്ന് കേട്ടാൽ ആർക്കാണ് മാർക്സ് ആയിട്ട് മാറ്റം വരാതിരിക്കുക? അതാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ യദുവിനോടും യദുവും ആര്യ രാജേന്ദ്രനും നേർക്കുനേർ എന്താ പറയുക, ഒരു വലിയ യുദ്ധം നടത്തുന്നത് പോലെയുള്ളൊരു പ്രതീതിയാണ് ആ സംഭവം ഒക്കെ വായിച്ചാൽ നോക്കുക. യഥാർത്ഥത്തില് ആര്യ രാജേന്ദ്രൻ ഒരു പക്ഷേ ആ ബസ് ക്രമക്കേട് കാണിക്കുന്നത് കണ്ടാകാം തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവർക്ക് നില തെറ്റിപ്പോയി. അതായത് അധികാരത്തിൽ എത്തിയതിന്റെ ആ ഗർവ്, ആ പ്രൈഡ്, ആ ഗ്രീഡ് അതൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ വരികയാണ്. അവരും അവരുടെ ഭർത്താവും ഒക്കെ ചേർന്ന്, അദ്ദേഹം ഒരു MLA ആണെന്ന് ഓർക്കണം. MLAയും കടിപിടി കൂട്ടാനല്ല വേക്കേണ്ടത്, ജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം കൊടുക്കാനാണ്. ഒരു KSRTC ബസ്, അത് ഏറ്റവും നല്ല സേവനം അതിലിരിക്കുന്ന ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ച് മുൻപോട്ട് പോകാനാണ് അവസരം ഒരുക്കേണ്ടത്. മേയറും അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ യാത്ര മുടക്കി പ്രശ്നം വളരെ വഷളാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഓർമ്മിക്കേണ്ടത്, പിന്നെ അടുത്ത ദിവസം 11 മണി വരെയൊക്കെ കോടതി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു എന്നൊക്കെ പറയുന്ന സമയത്തും ഞാൻ യദുവിന്റെ കൂടെയാണ് നിൽക്കുന്നത്. യദുവിന്റെ ഈ ക്ലിഷ്ടമായ ജീവിതം, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ തുച്ഛമായ ശമ്പളം, അതൊക്കെ നമ്മുടെ കേരളത്തിന് പോലും അനുയോജ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 8 മണി മുതൽ 2 മണി വരെ കിളച്ചില്ല എന്നിരിക്കുന്നവർക്ക് 1400 രൂപ കൊടുക്കുന്നിടത്താണ് 20 മണിക്കൂർ വളയം പിടിച്ചവന് 800 രൂപ കൂലി കൊടുക്കുന്നത്. അത് കേരളത്തിന്റെ സംസ്കാരത്തിനോ കേരളത്തിന്റെ രീതിക്കോ ഒരിക്കലും ചേരുന്നതല്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ആര്യ രാജേന്ദ്രനും MLAയും തമ്മിലുണ്ടായ ഒരു കേസിനെ പറ്റി പറഞ്ഞപ്പോൾ, നമ്മുടെ DGP ഹേമചന്ദ്രൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ക്രമസമാധാന പരിപാലന ചുമതലയുള്ള DGP ആയി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. ആ അനുഭവം എന്താണ്? ഉമ്മൻചാണ്ടിയുടെ കുടുംബം യാത്ര ചെയ്തിരുന്ന വണ്ടി ഒരു സ്ഥലത്ത് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പം അവർക്ക് ഫൈൻ ഇട്ടിട്ട് വരുന്നു. അങ്ങനെ പോലീസുകാർക്ക് അവസാനം പെട്ടെന്ന് മനസ്സിലായി അത് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് എന്ന് മനസ്സിലായി. അവര് ആ തെറ്റ് തിരുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇത് ഹേമചന്ദ്രൻ, പിന്നെ റിട്ടയർഡ് DGP ഹേമചന്ദ്രൻ തന്നെ പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹം ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? എത്രയാണ് ഫൈന് എന്ന് അറിഞ്ഞ് ആ ഫൈൻ അടച്ച് ക്ലിയർ ചെയ്യുന്നു. അതല്ലാതെ അവിടെ വാഗ്വാദത്തിന് നിൽക്കുകയല്ല. എൻ്റെ കുടുംബത്തോടാണ് ഈ പറയപ്പെട്ട ഒന്നും, അതായത് ഈ പറയപ്പെട്ട നമ്മൾ ജെയിംസ് ഓട്ടീസൺ പറഞ്ഞ തരത്തിലുള്ള 7 മാരക സാമ്പത്തിക പാപങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഈ ഒരു ഇൻസിഡൻസ് വേണ്ട നമുക്കത് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ മരണാനന്തര ഡെഡ് ബോഡിയുമായി പോകുന്ന പോക്കിലെ കേരളം കാണിച്ച ആ സ്നേഹം, കേരളം ഒഴുക്കിയ കണ്ണീര്, അതൊക്കെ തന്നെ അതിന് തെളിവാണ്. അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്നതിന്റെ തെളിവാണ്. അപ്പം ശ്രീ ആര്യ രാജേന്ദ്രൻ ചെയ്തത് ഒരു കാരണവശാലും, അതായത് സ്ത്രീയുടെ മാന്യത തോറ്റു കൊടുക്കേണ്ടിടത്ത് തോറ്റു കൊടുത്തത് കൊണ്ട് ഒരു സ്ത്രീയുടെയും മാന്യത നഷ്ടപ്പെടുകയില്ല. തോറ്റു കൊടുക്കേണ്ടിടത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ അത് ശരിയാണ് ചെയ്തത് എന്ന് വാദിക്കുന്നിടത്താണ് സ്ത്രീയുടെ മാന്യത നഷ്ടപ്പെടുന്നത്. തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അവിടെ മാപ്പ് ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ മാന്യയായ സ്ത്രീയായി, വിവേകമതിയായ സ്ത്രീയായി മാറുന്നത്. സ്ത്രീകൾ വിവേകമതികളായിരിക്കണം ഏത് സ്ഥാനത്തിരുന്നാലും എന്ന് പറയുമ്പോൾ, അമ്മയായിരിക്കുമ്പോൾ അവൾ വിവേകമതിയായിരിക്കണം, ഭാര്യയായിരിക്കുമ്പോൾ അവൾ വിവേകമതിയായിരിക്കണം, ഉദ്യോഗസ്ഥയായിരിക്കുമ്പോൾ അവൾ വിവേകമതിയായിരിക്കണം, ഭരണ നിപുണയായിരിക്കുമ്പോഴും അവൾ വിവേകമതിയായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് വേണ്ട അംഗീകാരം ലഭിക്കുകയുള്ളൂ.